ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്ത ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിന് കീഴ്ശേരിയിൽ കഴിഞ്ഞ ദിവസം പൗരസ്വീകരണം എന്ന പേരിൽ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു. അതിലെ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാനിടയായി. അതിൽ ഉസ്താദ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ രണ്ട് പ്രസംഗത്തിന്റെ ഭാഗം കേൾപ്പിക്കാം. ഒന്ന്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം സമസ്ത ഇ.കെ. വിഭാഗം നടത്തിയ ഒരു ആധികാരിക പ്രഖ്യാപനത്തെ കുറിച്ച് പറയുകയാണ്. ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ചു പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ മഹല്ലുകളുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ചു പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ മറ്റൊരു ആഹ്വാനം കൂടി നമുക്ക് കേൾക്കാം. 100-ാം വാർഷികം, സമസ്ത 100-ാം വാർഷികം ആവുമ്പോഴേക്ക് എ.പി. വിഭാഗത്തെ തുടച്ചു നീക്കാനുള്ള ആഹ്വാനം അണികളോട് നടത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. 90 വർഷം പിന്നിട്ടു. 100-ാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോ ആ 100-ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 വർഷം പിന്നിട്ടു. 100-ാം വാർഷികം സമസ്ത ആഘോഷിക്കുമ്പോ ആ 100-ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ കേൾക്കേണ്ടത് ചുള്ളിക്കോട് ഉസ്താദ് പ്രസംഗിച്ച ആ ഭാഗമാണ്. അതൊന്ന് നമുക്ക് കേട്ടുനോക്കാം. വല്ലാത്ത അത്ഭുതം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എ.പി. ഉസ്താദിന്റെ കറാമത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ ആരംഭിച്ചു. നടന്ന ഇലക്ഷൻ പ്രോസസ്സിൽ എന്റെ പേര് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് അവർകളാണ്. ഉമർ ഫൈസി ഉസ്താദ് അവർകൾ എന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെന്നെ വല്ലാത്ത അത്ഭുതം. കാരണം ഉമർ ഫൈസി ഉസ്താദ്, അമ്പലക്കടവ് ഉസ്താദ്, വഹാവുദ്ദീൻ ഉസ്താദ്, പൂക്കോട്ടൂർ അബ്ദുൽ സമദ് സാഹിബ്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു ഘട്ടത്തിൽ, ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തിയല്ല, ഒരു ഘട്ടത്തിൽ അവരൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസംഗ വിഷയമാക്കി നന്നായി സംസാരിച്ചവരാണ്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, മെമ്പറായപ്പോൾ എന്നെ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച ആദ്യത്തെ ആൾ അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂർ. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുക്കാൻ പോണ മീറ്റിംഗിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും വിളിച്ചു. വൈകുന്നേരം വിളിച്ചു, നാസർ ഫൈസി കൂടത്തായി വിളിച്ചു. അതുപോലെ തന്നെ മൊബൈലിൽ, വാട്സപ്പിൽ അമ്പലക്കടവ് മെസ്സേജ് അയച്ചു. അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത് കേട്ടില്ലേ, അത്ഭുതം അല്ലെങ്കിൽ എ.പി. ഉസ്താദിന്റെ കറാമത്ത് എന്നാണ് കരുതുന്നത് എന്ന് പറഞ്ഞില്ലേ. ഇത് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ഒരു പക്ഷെ ഇതൊക്കെ എ.പി. ഉസ്താദിന്റെ കറാമത്താണോ എന്ന് പോലും ചിന്തിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി ഉസ്താദിന് വലിയ കറാമത്തുണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു എന്നൊന്നും പറഞ്ഞു ആരും വരേണ്ടതില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാണ് പലതും. നോക്ക്, നിങ്ങൾ പടിയടച്ച് പിണ്ടം വെക്കാനും മഹലുകളിൽ നിന്ന് എ.പി. വിഭാഗത്തെ പുറത്താക്കാനൊക്കെ ആഹ്വാനം ചെയ്ത ആളുകളാണ് ഇപ്പോ ആദ്യം തന്നെ ഈ ചുള്ളിക്കോട് ഉസ്താദിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വിളിക്കുന്നത്. നോക്കുകൾ വല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. അതേ സമസ്ത ഇ.കെ. വിഭാഗത്തിലുള്ള മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസിയാണ് പിന്നെ ഈ പേര് നിർദ്ദേശിക്കുന്നത്. ഹുസൈൻ സക്കാഫിയുടെ കാര്യങ്ങൾ എവിടെ എത്തി നോക്കി നിങ്ങൾ. അപ്പോ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവാണ്, ഇത് എ.പി. ഉസ്താദിന്റെ കറാമത്താണോ എന്നുള്ളത്. നോക്കി നിങ്ങൾ, എന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. ചുള്ളിക്കോട് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആ വിഷയങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് പോലും അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് മാത്രമല്ല, നമുക്കൊക്കെ അത്ഭുതം തോന്നുകയാണ്. ഒരു കാലത്ത് എന്തൊക്കെ ദ്രോഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇവര്. ഇനി നമുക്ക് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇന്ന് അടിയന്തര മുഷാവറ യോഗം ചേർന്നു. പഴയതുപോലെയല്ല. ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുഷാവറ യോഗം ചേർന്ന് കഴിഞ്ഞാൽ, മുഷാവറ യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുഷാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ആ യോഗവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം, അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവരുടെ മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. വീണ്ടും കുറെ തീരുമാനങ്ങളുണ്ട്. ബഹുമാന്യരായ നേതാക്കന്മാർ അത് വിശദീകരിച്ചുകൊള്ളും. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ. എ.പി. വിഭാഗം മുഷാവറയില് അവർക്ക് ചോർത്തി കൊടുക്കാൻ മുഷാവറയുടെ ഉള്ളിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോ കഴിഞ്ഞ ദിവസം മുഷാവറ അവിടെ നടക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള അണിയറ രഹസ്യങ്ങള്
മീഡിയ വൺ അടക്കമുള്ള ചാനലുകളിൽ എത്തി. ആരായിരുന്നു അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരുന്നത്? ആ മുഷാവറക്കുള്ളിലുള്ള ആളുകൾ തന്നെ. അപ്പോൾ ഇത് പറഞ്ഞത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പറയുന്നത് ഇവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തിരിച്ചടിക്കാണ്. ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പലതും കേട്ടതാണല്ലോ അല്ലെ? AP ഉസ്താദിന് ആ വിഭാഗത്തൊക്കെ ഇവർ എന്തൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പോ എല്ലാവർക്കും തിരുത്തി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. തിരുത്തി പറഞ്ഞത് മാത്രമല്ല, അത്തരം ആളുകളെ അഭിനന്ദിക്കേണ്ട ഇടത്തേക്ക് കാര്യങ്ങൾ എത്തി. അവരെ തെരഞ്ഞെടുക്കാൻ പോലും ആഹ്വാനം ഇവർ നടത്തേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്ന് തന്നെ നമ്മൾ പറയാം. നമ്മൾ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന, ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തം ഇതിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല നിലയിൽ കാര്യങ്ങൾ അവസാനിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത്.